മാവൂരിലെ വയലുകൾ കാർഷിക യോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എത്തിച്ച അഗ്രോ ഡ്രഡ്ജ് ഗ്രാഫ് യന്ത്രം ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ നശിക്കുന്നു. 8 മാസം മുമ്പ് മാവൂരിലെ വയലുകൾ കാർഷിക യോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തിച്ചതായിരുന്നു അഗ്രോ ഡ്രഡ്ജ് ഗ്രാഫ്റ്റ് എന്ന യന്ത്രം. വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രം ഈ യന്ത്രം പ്രവർത്തിപ്പിച്ചുവെങ്കിലും കൃഷിയിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കാൻ ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് മാവൂർ പൈപ്പ് ലൈൻ റോഡരികിലെ പുത്തൻകുളത്ത് വെള്ളക്കെട്ടിൽ നിർത്തിയിട്ട യന്ത്രം ഇതുവരെ വെയിലേറ്റി കിടക്കുകയായിരുന്നു. മഴ ശക്തമായതോടെ വെള്ളക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും യന്ത്രത്തിന്റെ കാല് ചെളിയിൽ പൂണ്ടത് കാരണം വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ലക്ഷക്കണക്കിന് വില വരുന്ന യന്ത്രം വെള്ളത്തിൽ മുങ്ങിയതോടെ എഞ്ചിൻ തകരാറിലാവുകയും കാർഷിക വകുപ്പിന് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചതെന്നും നാട്ടുകാർ പറയുന്നു. ഇഞ്ചിലൊക്കെ വെള്ളം കയറി ഒരു വസ്തുവിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ മെഷീനെ കൊണ്ടുള്ളത്. ഇവിടെ വെള്ളം വറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു. ഇത് കൃഷി വീണ്ടും ഇവിടെ കൃഷി ഇറക്കിയ ഭൂമിയായിരുന്നു. അവിടെ വീണ്ടും കൃഷി ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേങ്കിൽ ഇതിപ്പോൾ കൃഷിയില്ല, ഈ സാധനം വടക്കായിപ്പോയി. ഇതിനൊക്കെ തലപ്പത്ത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരില്ലേ, അവിടെ കൊണ്ടിട്ടിട്ട് ഒരു തിരിഞ്ഞു നോക്കാൻ വരെ അവർ തയ്യാറായിട്ടില്ല. ഇത് ഇങ്ങനെ സർക്കാരിന്റെ മുതലല്ല, ഇത് ഇങ്ങനെ നശിപ്പിക്കാൻ എന്ത് സംഭവമുള്ളത്? അപ്പോൾ ഇങ്ങനത്തെ ഈ സർക്കാരിന്റെ മുതലുകൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ചൂടില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പം ഉള്ളത്. മണ്ണുത്തി കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി പേരാമ്പ്രയിലെ മലയിൽ ഇൻഡസ്ട്രീസ് നിർമ്മിച്ചതാണ് ഈ യന്ത്രം. എന്നാൽ മറ്റൊരു പ്രവൃത്തി ലഭിക്കുന്നതിനുള്ള കാലതാമസം കൊണ്ടാണ് മാവൂരിലെ വെള്ളക്കെട്ടിൽ സൂക്ഷിച്ചു തന്നാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി. വെള്ളത്തിൽ കിടക്കണം, സർക്കാരിൻ്റെ സാധനമാണ്. അതിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങിയിട്ട് എഞ്ചിനിൽ വരെ വെള്ളം കയറി കിടക്കുക. അപ്പോൾ അത് ഇവർ പറയുന്നത് ഇപ്പോൾ മെക്കാനിക്ക് പറഞ്ഞ് എഞ്ചിൻ പണി എടുക്കണമെന്നാണ്. ലക്ഷക്കണക്കിന് ഉറുപ്പിക അതിന് ചിലവാക്കണം, എന്നാലേ ഇത് ഓടുള്ളൂ എന്നാണ് പറഞ്ഞത്. അവരോട് സംസാരിച്ചപ്പോൾ അവരാ മെക്കാനിക്ക് അവിടെ ഉണ്ടതാണ്. വെള്ളം കയറിയോണ്ടാണ് ഇവർ നിർത്തിപ്പോയതാണെന്ന് അവർ പറയുന്നത്. വെള്ളം ഓവറായി വന്നുകൊണ്ടാണ് ഇവർ നിർത്തിപ്പോയതെന്ന് പറയുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അവരോട് ചോദിക്കുക എന്താ നിർത്തി പോകാനുള്ള കാരണം എന്നുള്ളത്. ഇത് നമ്മൾ കാണുന്നത് കുറേ കാലമായി ഇങ്ങനെ കിടക്കുന്നു. അല്ല, നമ്മുടെ സർക്കാർ സാധനങ്ങൾ ഇങ്ങനെ നശിച്ചു പോകുമ്പോഴേ വിഷമം തന്നെ. സർക്കാർ സാധനങ്ങളെ ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ ഒരു ഭയങ്കര വിഷമം തന്നെയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണെങ്കിൽ ഇവിടെ കൃഷി ഉണ്ടാക്കാൻ കൊണ്ടുപോകാൻ ഒരു പണ്ടായി ഇവിടെ കിടക്കണേ. ആർക്കും ഒരു ചൂടുപ്പ് കാര്യത്തിലില്ല. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റിനുമില്ല, പഞ്ചായത്ത് ഇത് നശിച്ചുകൊണ്ടേ ഒരു സമ്മാനം പറഞ്ഞിട്ടതിന്. ഇതിന് മുമ്പത്തെ പ്രസിഡന്റ് RMBയിലെ രഞ്ജിത്ത് ആയിരുന്നു ഇതിൻ്റെ. ആ സമയത്താണ് ഇത് കൊണ്ടുവന്നത്. ഇപ്പം വാസന്തിയാണ് പ്രസിഡന്റ്. അപ്പോൾ ഇവർക്ക് ആർക്കും ഒരു ചൂടുപ്പൊക്കില്ല ഇതിനെപ്പറ്റി. ഏതായാലും ഇത്തരത്തിൽ ഒരു കാർഷിക യന്ത്രം ആരും തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ നശിക്കുന്നതിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മാവൂർ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ, വീഡിയോ എഡിറ്റിംഗ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബ്ബിംഗ് സംവിധാനം, ഡോൾബി അറ്റ്മോസ്, 7.1, 5.1 മിക്സിംഗ്. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, മാവൂർ, കാട്ടാങ്ങൽ റോഡിൽ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, പോസ്റ്റ് ഓഫീസിന് മുൻവശം, കാട്ടാങ്ങൽ റോഡ്, മാവൂർ. മൊബൈൽ 8921716618.